നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ ഡ്രോപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് വാലറ്റ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ കണക്ട് ആവുകയും ചെയ്തു, എന്നാൽ ടോൺ കീപ്പർ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷനിൽ കണക്ട് ആവുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം തന്നെ അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ടുള്ള വാലറ്റ് ടോൺ കീപ്പർ എന്ന് പറയുന്ന വാലറ്റിൽ വന്നിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സൂരജ് സോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ കിട്ടുന്ന പ്രോഫിറ്റ് കൺവേർട്ട് ചെയ്ത് പണമാക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എയർ ഡ്രോപ്പ് കണക്ട് ചെയ്യണം. ഒരു വാലറ്റ്, ടോൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞ സമയത്ത് പല കമൻറ്റുകളും നമുക്ക് വന്നു. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എയർ ഡ്രോപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണക്ട് യുവർ ടോൺ വാലറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, അത് ടിക്ക് മാർക്കും കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരെ ടോൺ കീപ്പറിൽ പോയിട്ട് അവിടെ ബ്രൗസർ ക്ലിക്ക് ചെയ്ത് കണക്റ്റഡ് അടിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റ് കാണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള പ്രതിവിധി നമുക്ക് ഇന്ന് നോക്കാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നേരെ നമ്മുടെ ടോൺ കീപ്പർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രസ് ചെയ്ത് പിടിച്ച് അൺഇൻസ്റ്റാൾ കൊടുക്കുക. അതിപ്പോൾ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി ഒന്നുകൂടെ നമുക്ക് അത് ഇൻസ്റ്റാൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ടോൺ കീപ്പർ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഇപ്പോൾ ടോൺ കീപ്പർ ഇൻസ്റ്റാൾ ആയിട്ട് ഓപ്പൺ കൊടുക്കുന്നു. ഇവിടെ ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഒരു പാസ്വേഡ് അടിക്കാൻ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റീ എൻ്റർ പാസ്വേഡ് എന്ന് പറയും. ഇപ്പോൾ അടിച്ചിട്ടുള്ള ആ പാസ്വേഡ് ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓപ്പൺ ആകുന്നതാണ്. എനേബിൾ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ ടിക്ക് കൊടുക്കുക, എലോ കൊടുക്കുക. ഇപ്പം നമ്മൾ രണ്ടാമതും ഈ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്രൗസറിൽ പോയി കണക്റ്റഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാകും. അവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇനി അങ്ങനെ ചെയ്ത് നോക്കിയിട്ടും വരുന്നില്ല എങ്കിൽ നേരെ എയർ ഡ്രോപ്പിൽ തന്നെ വന്ന് നമ്മൾ കണക്റ്റ് യുവർ ടോൺ വാലറ്റ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണക്ട് യുവർ ടോൺ വാലറ്റ് എന്നുള്ളത് ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻഡു ബട്ടൺ കാണിക്കുന്നുണ്ടാകും. ആ ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് അൺടെതർ ചെയ്യണോ ഈ ടോൺ വാലറ്റ് എന്നാണ്. അത് യെസ് കൊടുക്കുക. ഇപ്പം നമ്മൾ ആദ്യം ഈ ടോൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേയുള്ള ആ ഒരു മെനുവിലേക്ക് എത്തിയിട്ടുണ്ട്. കണക്ട് യുവർ ടോൺ വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് പുതുതായി ഇവിടെ ടോൺ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണക്ട് യുവർ ടോൺ വാലറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ടോൺ കീപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. കണക്ട് വാലറ്റ് എന്നുള്ളത് ടിക്ക് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അടിച്ചിട്ടുള്ള ആ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഡണ്ണ് വന്നു. സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻഡു അടിക്കുന്നു. ഇവിടെ കണക്ട് യുവർ ടോൺ വാലറ്റ് എന്ന് പറയുന്നുണ്ട്. ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ഒന്നുകൂടെ ടോൺ കീപ്പറിൽ പോയി നോക്കുന്നു. ടോൺ കീപ്പറിൽ നമ്മൾ ബ്രൗസർ ക്ലിക്ക് ചെയ്തു. കണക്റ്റഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്തരത്തിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് നിങ്ങളുടെ ടോൺ വാലറ്റുമായി കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്തു നോക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.